സിഗ്നൽ ഇവിടെ അച്ഛാ കാണിക്കുന്നത്. അതേലോ, സിഗ്നൽ ഇവിടെയാണല്ലോ കാണിക്കുന്നത്. പിന്നെ നിന്റെ ചേച്ചി എവിടെ പോയി? അച്ഛാ, ഫോൺ ചേച്ചിയുടെ ഫോണാ അച്ഛാ. ശരിയാണല്ലോ ഉണ്ണി, ഇത് കാവ്യയുടെ ഫോണാണല്ലോ. അച്ഛാ, അത് ചേച്ചിയുടെ ഷോളല്ലേ? ആഭരണമൊക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ നമ്മൾ അപ്പോഴേ പറഞ്ഞതല്ലേ, ആഭരണങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. അങ്ങനെ വലിയ ഫാഷൻ എന്നൊന്നും പറയാനില്ല, ഓൾഡ് ഡിസൈൻ ആണെന്ന് തോന്നുന്നു. നിങ്ങൾ കാണിച്ചിട്ടല്ലേ ഞങ്ങൾ വാങ്ങിയത്, ഇപ്പോ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? അതൊന്നും സാരമില്ല, ഇതെല്ലാം നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ അണിയിക്കുന്ന ആഭരണങ്ങളാ. ഇതെല്ലാം അവൾക്ക് ഇഷ്ടപ്പെട്ടാ മതി. കാവ്യക്ക് ഈ ആഭരണങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും നിങ്ങളെ കൊണ്ട് വേറെ ആഭരണമൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. ആ ആഭരണമൊക്കെ നമുക്ക് സ്വന്തമാകേണ്ടതായിരുന്നു. എല്ലാത്തിനും ഒരു ഭാഗ്യം വേണമല്ലോ. ആ ആഭരണമൊക്കെ നമ്മുടെ സ്വന്തമാവാൻ പോവാടി. കാവ്യ തിരികെ വരില്ല, നമ്മൾ അമേരിക്കയിലേക്കും പോവും. അഖിൽ എവിടെ? ആ ലെറ്റർ അവൻ വാങ്ങിക്കൊണ്ട് വരുന്നതിന് പകരം അവിടെ എന്ത് ചെയ്യാ? കല്യാണ പെണ്ണിന് ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ സാരി കൊടുക്കുന്നത് ഞങ്ങളുടെ ഒരു രീതിയാ. അതുകൊണ്ടാ നിങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഞങ്ങളായിപ്പോ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുന്നേ. നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞതൊക്കെ ശരിയാ. ഇപ്പൊ കാത്തിരിക്കല്ലാതെ വേറെ വഴിയെന്താ? നിന്റെ സംസാരം ഒരുപാട് കൂടിപ്പോകുന്നു സ്വാതി. അദ്ദേഹം നിന്നേക്കാൾ പ്രായമുള്ള ആളാ. മോളെ സ്വാതി, നിന്റെ അടുത്ത് എന്തോ പേപ്പർ ഉണ്ടെന്ന് തോന്നല്ലോ. എന്റെ അടുത്തോ? എവിടെയുള്ളത്? ഈ സൈഡല്ല, ആ സൈഡ്. അതാ കണ്ടോ? അതാ. എന്താ അത്?
അതെന്താണെന്ന് നോക്കി നോക്ക്. നിങ്ങളുടെ വീട്ടിൽ എവിടെ നോക്കിയാലും ഇതുപോലെ ചെറിയ ചെറിയ പേപ്പേഴ്സ് കാണോ? അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾ ഈ വീട് എപ്പോഴും നീറ്റായിട്ടാ വെക്കാറ്. അത് നിങ്ങളുടെ പേപ്പർ ആയിരിക്കും. ഒന്ന് നോക്കിക്കേ. ഭാസ്കരേട്ടന്റെ കയ്യിലിരുന്ന ലെറ്റർ വീണ്ടും എങ്ങനെ ഇവരുടെ കയ്യിലെത്തിയത്? നിങ്ങൾ ഇതെന്താ ചെയ്തത്? സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഐ എം വെരി സോറി. എന്ത് ശ്രദ്ധിച്ചില്ലാന്ന്? ഈ സാരിയുടെ വില എന്താന്ന് അറിയോ? എവിടെ നോക്കി നടക്കുന്നേ? എക്സ്ട്രീംലി സോറി. അവൾക്കറിയാതെ പറ്റിപ്പോയതല്ലേ, നീ ഒന്ന് ക്ഷമിക്കേ. നീ പോയി സാരി ക്ലീൻ ചെയ്തിട്ട് വാ സ്വാതി. ചേച്ചി, സ്വാതിക്ക് ഒന്ന് വാഷ്റൂം കാണിച്ചു കൊടുക്ക്. ശരി വസു, വരൂ. ചെല്ലുമോളെ. ഓ, സാരി മൊത്തം കുളമാക്കി. ഛേ, പിന്നെ ഈ പ്ലാൻ ഫെയിലായി. ആ വസുവേട്ടത്തി ചില്ലറ ആളൊന്നുമല്ല. ഒരുപക്ഷെ നമ്മുടെ പ്ലാൻ കണ്ടുപിടിച്ചു കാണോ? ഓട്ടോ സ്ലോ ചെയ്യടാ. എവിഡൻസ് ഉണ്ടെന്നാ പറഞ്ഞത്. അതെല്ലാം കാണിച്ചു കല്യാണം മുടക്കുമെന്നും പറഞ്ഞു. നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം. അവൻ അങ്ങനെ ചെയ്താൽ അവന്റെ ജീവൻ ഞാൻ അവിടെ വെച്ച് തന്നെ എടുക്കും. എങ്ങനെയെങ്കിലും ഞാൻ നിന്റെ കല്യാണം നടത്തിയിരിക്കുമ്പോളെ എന്നെ വിശ്വസിക്കുക കാവ്യ. ഇപ്പൊ പോലും അവൻ എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ എന്നെ ഓട്ടോയിലേക്ക് പിടിച്ചു കയറ്റി. ചെറിയച്ഛനെ കണ്ടതും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി. അവൻ എന്നെ വെറുതെ വിടില്ല ചെറിയച്ച. നമ്മൾ അപമാനപ്പെടുത്തും. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടി ചെറിയച്ച. ഏതെങ്കിലും പൊട്ടക്കിണറ്റിലോ കുളത്തിലോ ചാടി മരിച്ചോ? അവനെ ഭയന്ന് നീ എന്തിനാ മരിക്കുന്ന മോളെ? നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഇല്ലേ? ഇനി അവൻ നിന്റെ പുറകെയല്ല വരാൻ പോകുന്നത്, ഞാനാണ് അവന്റെ പുറകെ പോവാൻ പോകുന്നത്. അവൻ എവിടെയുണ്ടെങ്കിലും അവന്റെ ജീവൻ എടുത്താണെങ്കിലും ശരി, ആ തെളിവുകളെല്ലാം ഞാൻ നശിപ്പിച്ചിരിക്കും. എന്നെ എത്രയും വേഗം കല്യാണം കഴിപ്പിച്ച് സന്തോഷമായിട്ട് രാജേഷിന്റെ വീട്ടിലേക്ക് അയക്കും. അവനോടുള്ള ഭയം കളഞ്ഞിട്ട് മോൾക്ക് ഞാനുണ്ടെന്നുള്ള ധൈര്യത്തിലിരിക്കും. ഇനി അവൻ എന്നെ താണ്ടി വേണം നിന്റെ അടുത്തേക്ക് വരാൻ. വാ മോളെ, വീട്ടിലേക്ക് പോ. വാ ചേച്ചി. ചേച്ചി അമ്പലത്തിലേക്ക് പോയെന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം. എല്ലാരും നമ്മളെ കാത്തിരിക്കുക. വാ മോളെ.
വീണ്ടും അവൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ നിന്നെ വിടില്ല. ഇനി എന്റെ ജീവൻ പോയാലും ശരി, നിന്നെ ഞാൻ മാനം കെടുത്തും. നിന്റെ കല്യാണം ഞാൻ മുടക്കും. പകരത്തിന് പകരം ഞാൻ ചെയ്തിരിക്കും. ഒരു മണിക്കൂറായല്ലോ. കാവ്യ എന്താ ഇതുവരെ വരാത്തെ? ശരിക്കും എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ എന്താ കാവ്യ ഇതുവരെ വീട്ടിലേക്ക് വരാത്തെ? നിങ്ങൾ എന്തോ മറയ്ക്കുന്നുണ്ട്. ഞങ്ങൾ എന്താ ഒളിച്ചെന്നുള്ളത് ആ ലെറ്റർ വായിച്ചാൽ നിനക്ക് മനസ്സിലാവുമായിരുന്നല്ലോ. ആ വാസു ആണെങ്കിൽ ആ ലെറ്ററിൽ ചായ ഒഴിച്ച് എല്ലാം കൊളാക്കി. ഭയപ്പെടാനിപ്പോ എന്തിരിക്കുന്നു? കാവ്യ അമ്പലത്തിൽ പോയിരിക്കല്ലേ? അതെ അതെ, പൂജ കഴിഞ്ഞാൽ ഉടനെ വരും. അവൾ അമ്പലത്തിൽ പോയിട്ട് പൂജ ചെയ്യുകയാണോ അതോ യാഗമോ ഹോമമോ ചെയ്യുകയാണോ? പിന്നെന്താ വരാൻ എത്ര വൈകുന്നത്? ശരിക്കും ഞങ്ങൾ വന്ന കാര്യം നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ അവളെ വിളിക്ക്, ഞങ്ങളുടെ മുന്നിൽ വെച്ച്. സ്വാതി, എന്താ ഇത്? ഇവരെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് ഒട്ടും ശരിയല്ല. വേറെ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നത്? കല്യാണത്തിന് മുൻപേ ഇവരിങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ശേഷം എന്തൊക്കെ ചെയ്യുമോ എന്തോ. ഈ ഒരു പ്രാവശ്യം ഒന്ന് ക്ഷമിക്കണം. കാവ്യ ഒറ്റയ്ക്കല്ല അമ്പലത്തിൽ പോയത്. അഭിയും അവളുടെ കൂടെയുണ്ട്. അവരുടനെ ഇങ്ങ് വരും. മോളെ വാസു, അഭിക്ക് ഒന്നുകൂടെ ഫോൺ ചെയ്ത് നോക്കിയേ. ശരി അച്ഛാ. ബേബി, മമ്മി, ഹൗ ആർ യു ബേബി? ഫൈൻ മമ്മി. എപ്പോഴാ എത്തിയത്? ആ, ഡാഡി എവിടെ? ഡാഡി വന്നിട്ടില്ല, ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. നിന്റെ അമ്മായി വന്നിട്ടുണ്ടടാ. ഇനി നിന്റെ ബുദ്ധിമുട്ടെല്ലാം മാറും. സുഖായിരിക്കുന്നു ചേച്ചി. ചേട്ടൻ കൂടെ വന്നില്ലേ? തനിയാണോ വന്നത്? അതെ ചേട്ടത്തെ. ഹൗ ആർ യു ആന്റി? ഫൈൻ അഖിൽ. ഭാസ്കറിന്റെ മകൾ കാവ്യയ്ക്ക് കല്യാണ നിശ്ചയം കഴിഞ്ഞു. ഇത് മരുമകന്റെ അമ്മൂമ്മ, അമ്മ, ഏട്ടത്തി. ഇത് അംബികാദേവി, എന്റെ ഇളയ മരുമകൾ കാർത്തികയുടെ അമ്മ. സുഖായിരിക്കുന്നു ആന്റി. കാർത്തികെ, അമ്മ അകത്തേക്ക് വിളിച്ചോണ്ടുപോയി കോഫി കൊടുക്ക്, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്ക് കേട്ടോ. വാ മോം. കാവ്യെ വിളിച്ചായിരുന്നോ? എന്താ പറഞ്ഞത്? അവള് വരുന്നുണ്ടോ ഇല്ലയോ? അവൾ ഉറപ്പായിട്ടും വരും. നിങ്ങള് പ്ലീസ് അകത്ത് ചെന്നിരിക്കുക. നേരത്തെ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞതാ. ഇപ്പതേ 5-10 മിനിറ്റ് ആകുമെന്ന് പറയുന്നു. എന്തോ പ്രശ്നമുണ്ട്. ഈശ്വര, ഏട്ടനെ കാവ്യ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കണേ. അഷ്ടിക്ക് വകയില്ലാത്തവര് കാവ്യയുടെ കല്യാണം എങ്ങനെ നടത്തുക ബേബി? അതൊരു വലിയ കഥയാ സിസ്റ്റർ. ഈ അബിക്ക് ദാരിദ്ര്യത്തിൽ നിന്നൊരു ഭാഗ്യം ലഭിച്ചിരിക്കുക. നമ്മുടെ അബിക്ക് ലോട്ടറി 20 ലക്ഷം രൂപ കിട്ടി. ആ കാശ് കൊണ്ടാ ഈ കല്യാണം നടത്തുന്നേ. അതെ മോം. എന്നെ, അഖിലിനെ, ആന്റിയെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന വാക്ക് തന്നിട്ട് ഞങ്ങൾക്ക് 1 രൂപ പോലും തരാതെ കാശ് മുഴുവനും അവർക്ക് വേണ്ടി ചെലവാക്കുന്ന. തുടക്കത്തിലെ ചെറുക്കന്റെ വീട്ടുകാര് സ്ത്രീധനം വേണ്ടെന്നാ പറഞ്ഞിരുന്നത്. അതിനുശേഷം 70 പവന്റെ ആഭരണം അണിയിക്കണമെന്ന് പറഞ്ഞു. ഇവരാണെങ്കിൽ ആഭരണമൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചിരിക്കുക. ഞങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നതിന് വേണ്ടി ലോട്ടറി കാശും പിന്നെ ആഭരണവും മോഷ്ടിക്കാൻ ഒരുപാട് പ്ലാൻ ഇട്ടതാ. പക്ഷെ എല്ലാം ഫെയിലായി. ആഭരണങ്ങൾ മോഷ്ടിച്ച ഈ കല്യാണം നിന്ന് പോവില്ലേ ബേബി? ഇനി എന്തായാലും കല്യാണം നടക്കാൻ പോകുന്നില്ല സിസ്റ്റർ. അതെന്താ നടക്കാത്തെ? എന്തുകൊണ്ട് നടക്കില്ലെന്ന് ഞാൻ പറയാം. കല്യാണ പെണ്ണ് ഈ വീട്ടിലില്ല മോം. ആ, അവളെവിടെ പോയി? ഇതിനു മുന്നേ കാവ്യക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ അവളെ ഭീഷണിപ്പെടുത്തിന്നാ തോന്നുന്നേ. കാവ്യ കത്തെഴുതി വെച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ ലെറ്റർ ഉണ്ടോ? ഇല്ല മോം.
ഇപ്പൊ വസുവേട്ടെത്തി അത് ഇല്ലാതാക്കി. അല്ലായിരുന്നെങ്കി ആ ലെറ്റർ കാണിച്ച് കല്യാണം മുടക്കാന്നാ വിചാരിച്ചു. നല്ലൊരു ചാൻസാ മിസ്സായി പോയത് സിസ്റ്റർ. എന്തോ നമ്മളെ പ്ലാൻ എല്ലാം ഫെയിൽ ആയിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഫെയിൽ ആവില്ല. ഞാനിങ്ങ് വന്നല്ലോ. കല്യാണം മുടങ്ങും. ആ ലെറ്റർ ഇല്ലാതെ മമ്മിയെ കൊണ്ട് എന്ത് ചെയ്യാനാകും? ലെറ്റർ ഇല്ലെങ്കി എന്താ, കാവ്യ ഓടിപ്പോയെന്ന് നമുക്ക് പറയാം. അങ്ങനെ പറഞ്ഞ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും സിസ്റ്റർ. അതുകൊണ്ടാ പറയാതെ മിണ്ടാതെ നിൽക്കുന്നേ. സത്യം പറഞ്ഞാൽ എന്തിനാ ഓടിക്കുന്നത് സിസ്റ്ററെ? കാവ്യ വീട് വിട്ട് ഓടിപ്പോയത് സത്യമല്ലേ? സത്യമാ. പക്ഷെ ആ കാര്യം നമ്മൾ പറയാൻ പാടില്ലല്ലോ മോം. ഇൻഡയറക്റ്റ് ആയിട്ട് പയ്യന്റെ വീട്ടുകാരെ അറിയുന്നത് പോലെ ചെയ്യണം. ഇങ്ങനെയുള്ള ചാൻസ് ഒന്നും എപ്പോഴും കിട്ടത്തില്ല ബേബി. ഇൻഡയറക്റ്റ് ആയോ ഡയറക്റ്റ് ആയോ, ചെറുക്കന്റെ വീട്ടുകാർ കാര്യം അറിയണമെന്നുള്ളതാ പ്രധാനം. ഈ കല്യാണം നിർത്താനുള്ള ശരിയായ സമയം ഇത് തന്നെയാ. കാവ്യ തിരികെ വന്നില്ലെങ്കിൽ എന്തായാലും കല്യാണം മുടങ്ങില്ലേ സിസ്റ്റർ? അപ്പൊ നമ്മൾ എന്തിനാ റിസ്ക് എടുക്കുന്നേ? ഒരുപക്ഷെ കാവ്യ തിരിച്ചു വന്നാലോ? അതിനൊരു ചാൻസ് ഉണ്ട് മോം. കാവ്യെ അന്വേഷിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാൻ അഭിയേട്ടൻ പോയിരിക്കുകയല്ലേ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അഭി കാവ്യെ തിരിച്ചു കൊണ്ടുവരും. അതിനുള്ളിൽ നമ്മൾ ചെറുക്കൻ വീട്ടുകാരോട് സത്യം എന്താണെന്ന് അറിയിക്കണം. വരൂ, ഇപ്പൊ തന്നെ പറയാം. ധൃതി കാണിക്കാതെ ഒന്നുകൂടി ആലോചിക്കും സിസ്റ്റർ. സമാധാനമായിട്ടിരുന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഇങ്ങനെയുള്ള കാര്യത്തിൽ താമസം വരുത്താൻ പാടില്ല. ഉടൻ തന്നെ കാര്യം കഴിക്കണം. വരൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ചേച്ചി? കോഫി കുടിച്ചോ? ഈ സൽക്കാരത്തിനൊന്നും ഒരു കുറവുമില്ല. അല്ല, നിങ്ങളെല്ലാരും ആരെ ഇത്ര നേരമായിട്ട് കാത്തിരിക്കുന്നേ? കാവ്യക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്. അവൾ അമ്പലത്തിൽ പോയിരിക്കുക. ഏതമ്പലത്തിലേക്കാ ഭാവനെ? അത് ഇവിടെ രാമന്റെ അമ്പലത്തിലാ പോയത്. ആ അമ്പലം ഈ സ്ട്രീറ്റ് കഴിഞ്ഞ് അപ്പുറത്തല്ലേ ഉള്ളത്? അതല്ല, കുറച്ച് ദൂരെയുള്ളതാ. ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോകാതെ ദൂരെയുള്ള അമ്പലത്തിൽ പോയത് എന്തിനാ? അമ്പലത്തിൽ തന്നെയാണോ പോയത്, അതോ വേറെ എവിടെയെങ്കിലും ആണോ പോയത്? എന്റെയും സംശയം അത് തന്നെയാ. ഇവരെല്ലാവരും എന്തോ മറയ്ക്കുന്നുണ്ട്. ഏയ് ഇല്ലില്ല, കാവ്യ അമ്പലത്തിൽ തന്നെയാ പോയത്. മാത്രമല്ല അഭി അവളുടെ കൂടെയുണ്ട്. കാവ്യയുടെ കൂടെ പോയതാണോ അതോ കാവ്യയെ അന്വേഷിച്ചു പോയതാണോ ഭാസ്കർ? എന്തിനാ ഇപ്പോ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നേ? നിങ്ങളെല്ലാവരും ഒരു സത്യം അറിയണം ചേട്ടാ. കാവ്യ അമ്പലത്തിലേക്കൊന്നും അല്ല പോയത്. എന്താ ചെറിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്കറിയാമല്ലോ വസു. അറിയാത്ത പോലെ എന്നോട് ചോദിക്കുന്നു. കാവ്യ എവിടെയാ പോയത്? അവൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല. പക്ഷെ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. ചെക്കന്റെ വീട്ടുകാരിക്കുമ്പോ എന്തിനെങ്ങനെ തമാശ പറയുന്നേ ചെറിയമ്മേ? നിങ്ങളൊന്ന് നിർത്തിക്കേ. കാവ്യ എന്തുകൊണ്ട് തിരികെ വരില്ല? കാരണം എന്താന്ന് വെച്ചാ കാവ്യക്ക് ഈ കല്യാണം